السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ ഇന്ന് നമുക്ക് അല്ലെങ്കിൽ നാളെ ആഗതമാവുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഇന്ന് റമദാൻ ഒന്നാണ്. എന്നാൽ നമുക്കിന്ന് കടന്നു വരുന്നേ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മാസപ്പിറവി കണ്ടാൽ ഉടനെ ചൊല്ലേണ്ട ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഓതേണ്ട സൂറത്തുകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മഹാന്മാർ പഠിപ്പിച്ച കാര്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മാസപ്പിറവി കണ്ടാൽ ഉടനെ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലു ഖൈറു വറുഷ്ദ്. ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഒരു തവണ പ്രാർത്ഥിക്കാൻ കഴിയണം. മാസപ്പിറവ് കണ്ടു എന്നറിഞ്ഞാൽ ആ മാസത്തിൽ നമുക്ക് നല്ല ഒരുപാട് ഖൈറാത്തുകൾ, നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കും. ആ മാസത്തിൽ നമുക്ക് ധാരാളം ഹസനത്തുകൾ ചെയ്യാൻ, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഈ ഒരു ദിക്ർ മാസത്തിലെ ആദ്യ രാത്രിയിൽ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ ജാസ്തിയാക്കി തരും. നമ്മുടെ ഈമാനിൽ അല്ലാഹു തആല ഉറപ്പിച്ചു തരും. അത്രയും മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്നുള്ളത്. അതിനുശേഷം സൂറത്തുൽ ഫത്ഹ് ഒരു തവണ എല്ലാവരും പാരായണം ചെയ്യണം. മഹാന്മാർ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഫത്ഹ് ഇൻദ റുഅയത്തിൽ ഹിലാൽ റമളാൻ ഫി അവ്വലി ലൈല. റമളാനിലെ ആദ്യത്തെ രാത്രിയിൽ മാസപ്പിറവി കണ്ടുവെന്ന് അറിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫത്ഹ് നമുക്കൊക്കെയും അറിയാവുന്നു. ഈ ഒരു സൂറത്തിന് ഒരു തവണ പാരായണം ചെയ്താൽ വസഅല്ലാഹു റിസ്ഖഹു മിൻ ഫി ദാലിക്കൽ ഹം ഇലാ ആഖിർ. ആ ഒരു വർഷം അദ്ദേഹത്തിന്റെ റിസ്ഖിൽ അല്ലാഹു വിശാലതയിട്ട് കൊടുക്കും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള സർവ്വതും റിസ്ക്കിൽ പെടും. ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് വേണം? പണം വേണം, മക്കള് വേണം, വീട് വേണം, നല്ല വാഹനം വേണം. അതേപോലെ തന്നെ നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് വേണം. നമുക്ക് അള്ളാഹു തരുന്ന സർവ്വതും അതിലെല്ലാം അള്ളാഹു തആല വിശാലതയിട്ട് തരും. സാമ്പത്തികമായ ഒരു ഞെരുക്കം ആ ഒരു വർഷം അനുഭവിക്കേണ്ടി വരില്ല. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ഒരു ലാഭക്കുറവ് വന്ന് നഷ്ടത്തിലാവേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വരില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യങ്ങളിൽ, വീടിന്റെ കാര്യങ്ങളിൽ, വാഹനത്തിന്റെ കാര്യങ്ങളിൽ, അദ്ദേഹത്തിന്റെ പോക്കുവരവുകൾ എല്ലാത്തിലും, ഭക്ഷണത്തിലും ഒന്നിലും അദ്ദേഹത്തിന് കുറവ് വരില്ല. ആ ഒരു വർഷം അദ്ദേഹത്തിന് നല്ല നല്ല അഭിവൃദ്ധി ഉണ്ടാകും. ആ ഒരു വർഷം ദാരിദ്ര്യം പിടിപെട്ട് കുടുക്കിലാവേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വരില്ല. ഈ ഒരു സൂറത്ത് റമളാനിലെ ആദ്യത്തെ രാത്രിയിൽ പാരായണം ചെയ്താൽ, സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ, അതേപോലെ തന്നെ ഈ സൂറത്ത് മറ്റു ഒരുപാട് വിശേഷ ഗുണങ്ങളുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഫത്ഹ് എന്നുള്ളത്. അടങ്ങിക്കിടക്കുന്ന എല്ലാ നന്മയുടെ വാതിലുകൾ അദ്ദേഹത്തിന് അല്ലാഹു തആല തുറന്നു കൊടുക്കും. സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ശേഷിയില്ലാത്തവൻ, ശാരീരികമായി ബലഹീന സംഭവിച്ചവൻ, ശാരീരികമായി ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ആ ശേഷിയില്ലായ്മ നീങ്ങിക്കിട്ടി ശക്തി അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുക്കും. അതേപോലെ തന്നെ നിസാരനായ ഒരാൾ, ആളുകൾ നിന്ദനാക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ കുറവായി നടക്കുന്നയാൾ, അദ്ദേഹം ഓതിയാൽ അദ്ദേഹത്തിന് അല്ലാഹു തആല നല്ല പ്രതാപം ഇട്ടു കൊടുക്കും, നല്ല അദ്ദേഹത്തിന് സ്റ്റാൻഡേർഡ് കൊടുക്കും. അതേപോലെ തന്നെ പരാജയപ്പെട്ടവൻ ഓതിയാൽ അദ്ദേഹത്തിന് അല്ലാഹു തആല സഹായം കൊടുക്കും. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവൻ ഓതിയാൽ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കും. ജയിലിൽ അകപ്പെട്ടവൻ ഓതിയാൽ അദ്ദേഹത്തിന്റെ ആ ജയിലിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് എല്ലാവരും സൂറത്തുൽ ഫത്ഹ് ആദ്യ രാത്രിയിൽ നമുക്ക് കടന്നു വരുമ്പോൾ ഓതണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ പരിശുദ്ധ റമളാന് അല്ലാഹ് നമുക്ക് നല്ല രൂപത്തിൽ ഖുർആൻ ഓതുകൊണ്ട്, സ്വലാത്ത് കൊണ്ട്, ദിക്റുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. റമളാന് നമുക്ക് ലഭിച്ചു തരട്ടെ. റമളാനിൽ ഒരുപാട് റമളാനുകൾ നമുക്ക് സ്വീകരിക്കാനുണ്ട്.
ഭാഗ്യം തരട്ടെ. പരിശുദ്ധ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നിങ്ങളുടെ എല്ലാ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ പാവപ്പെട്ട എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ ഉസ്താദന്മാരെയും ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നുള്ള ഉറപ്പോടുകൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.